ലേവ്യർ 24 അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: തീനാളം എപ്പോഴും ഉയർത്തേണ്ടതിന് ദീപത്തിനായി ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ നിന്റെ പക്കൽ കൊണ്ടുവരാൻ ഇസ്രായേല്യരോട് നീ കൽപ്പിക്കുക. സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശീലയ്ക്ക് വെളിയിൽ കർത്താവിൻ്റെ മുമ്പിൽ സദാ സന്ധ്യ മുതൽ പ്രഭാതം വരെ അഹറോൻ അത് സജ്ജീകരിക്കണം. ഇത് നിങ്ങളുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമാണ്. കർത്തൃസന്നിധിയിൽ തങ്കവിളക്കുകാലിന്മേൽ അവൻ ചെരാതുകൾ സദാ ഒരുക്കി വയ്ക്കണം. നേരിയ മാവെടുത്ത് നീ അത് 12 അപ്പമായി ചുടണം. ഒരു അപ്പം 2 ഇസറോൻ ആയിരിക്കണം. ഒരു നിര 6 എണ്ണമായി അവ 2 നിരകളായി കർത്തൃസന്നിധിയിൽ തങ്കമേശമേൽ സ്ഥാപിക്കണം. നിരയ്ക്കുമീതെയായി ശുദ്ധമായ കുന്തുരുക്കം വയ്ക്കണം. അത് കർത്താവിന് അപ്പത്തിനുള്ള സ്മരണാംശമായി അഗ്നിയിലുള്ള അർപ്പണമാകാനുള്ളതാണ്. ഇസ്രായേല്യരിൽ നിന്നുള്ള ശാശ്വത ഉടമ്പടിയായ അത് ഓരോ സാബത്ത് ദിനവും അവൻ കർത്തൃസന്നിധിയിൽ സദാ ഒരുക്കി വയ്ക്കണം. അത് അഹറോനും അവൻ്റെ പുത്രന്മാർക്കുമുള്ളതായിരിക്കും. അവർ അത് വിശുദ്ധമായിടത്ത് വെച്ച് ഭക്ഷിക്കണം. കാരണം അത് അവന് ശാശ്വത ഓഹരിയായി കർത്താവിനുള്ള അഗ്നിയിലെ അർപ്പണങ്ങളിൽ നിന്നുള്ള അതിവിശുദ്ധ വസ്തുവാണ്. ഇസ്രായേലി സ്ത്രീയുടെയും ഈജിപ്തുകാരൻ പുരുഷൻ്റെയും മകനായ ഒരുവൻ ഇസ്രായേല്യരുടെ കൂടെ പുറപ്പെട്ടു വന്നിരുന്നു. പാളയത്തിൽ വെച്ച് ആ ഇസ്രായേൽക്കാരിയുടെ മകനും ഒരു ഇസ്രായേൽക്കാരനും ശണ്ഠ കൂടി. ഇസ്രായേലി സ്ത്രീയുടെ മകൻ തിരുനാമം ദുഷിച്ചുകൊണ്ട് ശാപമുച്ചരിച്ചു. അവർ അവനെ മോശയുടെ പക്കൽ കൊണ്ടുവന്നു. അവൻ്റെ അമ്മയുടെ പേര് ഷെലോമിത്ത് എന്നായിരുന്നു. അവൾ ദാൻ ഗോത്രത്തിലെ ദിബ്രിയുടെ മകളായിരുന്നു. കർത്തൃമൊഴിപ്രകാരം തീരുമാനമെടുക്കുന്നതിന് അവർ അവനെ തടവിൽ പാർപ്പിച്ചു. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ശാപമുച്ചരിച്ചവനെ നീ പാളയത്തിന് പുറത്തു കൊണ്ടുപോകുക. കേട്ടവരെല്ലാം തങ്ങളുടെ കൈകൾ അവൻ്റെ തലയിൽ വയ്ക്കണം. എന്നിട്ട് സമൂഹം മുഴുവനും അവനെ കല്ലെറിയട്ടെ. ഇസ്രായേല്യരോട് നീ ഇപ്രകാരം പ്രസ്താവിക്കണം: തൻ്റെ ദൈവത്തെ ശപിക്കുന്ന ഓരോരുത്തനും തൻ്റെ പാപം വഹിക്കണം. കർത്താവിൻ്റെ നാമം ദുഷിക്കുന്നവൻ തീർച്ചയായും കൊല്ലപ്പെടണം. സമൂഹം മുഴുവനും അവനെ കല്ലെറിയുക തന്നെ വേണം. തിരുനാമം ദുഷിക്കുമ്പോൾ സ്വദേശി എന്ന പോലെ പ്രവാസിയും വധിക്കപ്പെടണം. ഏതു മനുഷ്യൻ്റെയും ജീവനെ നിഹനിക്കുന്നയാളും തീർച്ചയായും വധിക്കപ്പെടണം. മൃഗജീവൻ നിഹനിക്കുന്നവൻ നഷ്ടപരിഹാരം ചെയ്യണം. ജീവന് പകരം ജീവൻ. ഒരാൾ തൻ്റെ അയൽക്കാരന് അംഗഭംഗം വരുത്തിയാൽ അയാൾ ചെയ്തതുപോലെ തന്നെ അയാളോടും ചെയ്യപ്പെടണം. ഒടിവിന് പകരം ഒടിവ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. മനുഷ്യന് അയാൾ എങ്ങനെ അംഗഭംഗം വരുത്തിയോ അങ്ങനെ തന്നെ അയാൾക്കും വരുത്തണം. മൃഗത്തെ കൊല്ലുന്നവൻ അതുതന്നെ നഷ്ടപരിഹാരം നൽകണം. എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവൻ വധിക്കപ്പെടണം. നിങ്ങൾക്ക് ഒരു ന്യായപ്രമാണമേ ഉണ്ടാകാവൂ. പ്രവാസിയെപ്പോലെ തന്നെയാണ് ദേശവാസിയും. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. മോശ ഇസ്രായേല്യരോട് സംസാരിച്ചു. ശാപമുച്ചരിച്ചവനെ അവർ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേല്യർ പ്രവർത്തിച്ചു.